ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് ഒരു ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് രാവിലെ വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ ഞാൻ അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ 2 സ്നാക്സിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കട്ട്ലേറ്റും പിന്നെ വേറൊരു സ്നാക്സും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മൾ റിഫാറിയേഴ്സ് എന്നാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണേ എനേബിൾ ചെയ്തിട്ടൊന്ന് വീഡിയോ കണ്ടോക്കണേ. അപ്പോൾ ഇതാ വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ അപ്പോൾ ഞാനിതാ ഫസ്റ്റ് നമ്മൾ അയലിൽ വിരിച്ച ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇനി ഇതപ്പോൾ വൈകുന്നേരത്തെ ചായയിലേക്ക് ഞാൻ പിന്നെ കിഴങ്ങാണ് കേട്ടോ, മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയില്ല, അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ നല്ല ക്ലീനാക്കി കഴുകി, നല്ല മണ്ണും ചെളിയൊക്കെ ഉണ്ടായിരുന്നിട്ട് അതിൽ അതൊക്കെ നല്ലൊന്ന് കഴുകി, അതിൻ്റെ തൊലിയൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, നല്ലൊന്ന് കഴുകിയിട്ട് പിന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വെച്ചാൽ അത് എപ്പോഴും ഇരുന്ന് വേവ് ഏറലുണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ പാത്രത്തിലാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് ഇതാ ഞാൻ ചെടിയൊക്കെ ഒന്ന് നനച്ച് മുറ്റൊക്കെ ഒന്ന് അടിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ മോണ്ടൻ്റെ ഉസ്താന്മാർക്ക് ചായ കൊണ്ടുപോകാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, രാവിലെ അവർക്ക് കുടിക്കാനുള്ള കാൽ ചായ കൊണ്ടുപോകാണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്തെങ്കിലും അതിൻ്റെ കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ കട്ട്ലേറ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറുപഴം വെച്ചിട്ട് ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനത് വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെയാണ് കിഴങ്ങുള്ള ഓർമ്മ, പിന്നെ അത് പുഴുങ്ങെടുക്കാൻ വെച്ചു. അപ്പോൾ ഇത് ഞാൻ പിന്നെ ഉസ്താന്മാർക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളതിൽ അങ്ങനെ കേട്ടോ. ഇപ്പോൾ ഇതാ ചെടിയൊക്കെ നനക്കലൊക്കെ കഴിഞ്ഞ് മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ പിന്നെ കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പുറത്തത്തെ കിച്ചൻ്റെ മതിൽ ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, ഇതൊക്കെ അകത്ത് വെക്കുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒരാഴ്ച പുറത്തൊക്കെ വെച്ചിട്ട് നല്ല വെള്ളം ഒഴിച്ച് നനച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അകത്തുള്ള ചെടികളൊക്കെ പുറത്തേക്ക് വെക്കും, എന്നിട്ട് ഇത് പിന്നെ അകത്ത് വെക്കും. അങ്ങനെ ഇത് അകത്ത് ഒരാഴ്ച ഇരുന്നിട്ട് പിന്നെ ഇത് പുറത്തേക്ക് വെക്കും, അങ്ങനെയാണ് കേട്ടോ, മാറി മാറിയാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചെടുക്കട്ടെ. മണി പ്ലാന്റും പിന്നെ നമ്മൾ അഗ്ലോണിമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചെടുത്തു. പിന്നെ കറ്റാർവാഴ ഉണ്ട്, കറ്റാർവാഴ ഞാൻ പിന്നെ പുറത്ത് തന്നെ കേട്ടോ വെക്കൽ, അധികം അകത്തൊക്കെ വെക്കലില്ല. 1-2 പ്ലാന്റ്സൊക്കെ ഉണ്ട് അകത്ത്, പക്ഷേ അത് ഞാൻ പുറത്തൊക്കെ ഒന്നും വെക്കലില്ല, അങ്ങനെ വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നമ്മൾ രാവിലെ കഴുകി വെച്ച പാത്രങ്ങൾ, ഉണക്കാൻ വെക്കുന്ന പാത്രങ്ങളൊക്കെ അതുപോലെ നമ്മൾ പുറത്ത് അടുപ്പുണ്ട് കേട്ടോ, അതുപോലെ കൊണ്ടുവന്നൊക്കെ. അടുപ്പ് അങ്ങനെ കത്തിക്കലൊന്നുമില്ല, അതുപോലെ കൊണ്ടുവന്ന് വെക്കും. പിന്നെ വൈകുന്നേരം ഉണങ്ങിയതിന് ശേഷം എടുത്ത് കബോർഡിലേക്ക് വെക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതപ്പോൾ ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞിര ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കട്ടെ. അങ്ങനെ ഇതാ ഞങ്ങൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മഗ്‌രിബാങ്കൊക്കെ കൊടുത്തു, നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് മക്കളോടെ പഠിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതാ 7:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിന്നെ പിറ്റേന്ന് രാവിലെ ഉസ്താന്മാർക്ക് ചായ കൊണ്ടുപോകേണ്ടത്, അപ്പോൾ അതിലേക്ക് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാറില്ല, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ കുക്കറിലേക്ക് 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ, തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഇത് അതുപോലെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് വേവിക്കുക, ഒരു 3-4 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അധികം വെള്ളം ഒഴിക്കുക കേട്ടോ, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് അങ്ങനെ ലൂസായി പോകും. അപ്പോൾ ഞാനിതാ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിങ്ങാണ്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഒരു 4 പിന്നെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ അവിടെ വേവണ നേരം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ചെറുപഴം വെച്ചിട്ട് ഒരു ഐറ്റം റെഡിയാക്കാണ്ട്, അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര, ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കണേ. ഇതിലേക്ക് ഞാൻ 4 ഏലക്കായ കൂടി ഇട്ടിട്ടാണ് പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇത്രയും പഞ്ചസാരൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമല്ലോ വെച്ചിട്ട് ഞാൻ അത്ര എടുത്ത് പൊടിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതാ ഞാൻ 1 കിലോ പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതിൽ നിന്ന് ഞാൻ 6 പഴമാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഞാനിതുപോലെ തൊലി ക്ലീൻ ചെയ്തിട്ട് ഇട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ പഴം നല്ല ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഒരു മാഷർ വെച്ചിട്ട് നല്ലൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് ഉടക്കണേക്കാണെങ്കിൽ നമ്മളിതുപോലെ മാഷർ വെച്ചിട്ട് ഉടക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞ് കിട്ടിക്കോളും. നല്ല അങ്ങനെ പിന്നെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മാഷ് ചെയ്ത് കിട്ടിക്കോളും കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നുള്ളതിൽ 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ 2 പിടി ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ പിടി തന്നെ 2 പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം പിന്നെ നമ്മൾ ഒരു അരമുറി ചെറിയ തേങ്ങൻ്റെ അരമുറി തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതുകൂടെ ചേർത്തതിന് ശേഷം നല്ലൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം, വലിയ ജീരകമില്ലേ, അത് ഞാൻ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പൊക്കെ ചേർത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടൊന്ന് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൈദപ്പൊടി കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ആദ്യം ഞാൻ ഒരു കോരി മൈദാണ് ചേർക്കുന്നത്. നമ്മൾ ചോറൊക്കെ കോരുന്ന കോരിയില്ലേ, അതിന് ഒരു കോരി ഞാൻ നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കുന്നത്. അപ്പോൾ തേങ്ങയും പഴവും ചേർത്തുകൊണ്ട് തന്നെ നമ്മളെ ബാറ്റർ നല്ല ലൂസായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു കോരി പിന്നെ പൊടി ഇട്ടിട്ട് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരക്കോരിയും കൂടെ പൊടി ഇട്ടുകൊണ്ട് ഇതുപോലെ ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ 1.5 കോരി പൊടിയാണ് നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒരു പിഞ്ച് സോഡാപ്പൊടി ഇതുപോലെ ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ മധുരം നോക്കിയപ്പോൾ മധുരം ഇത്തിരി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർത്തിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജീരകം ചേർക്കുമ്പോൾ നല്ല പൊടിച്ച് ജീരകം തന്നെ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിക്കൂലേ, അതിൽ 1/4 ടീസ്പൂണ് പിന്നെ ജീരകം ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര ഒരുപാട് പൊടിക്കരുത്, കാരണം നമുക്ക് ജീരകം ഇട്ട പഞ്ചസാര പിന്നെ നമ്മൾ ചായയിലേക്ക് അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോക്കിയിട്ട് അതൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബാറ്റർ അവിടെ നിന്നൊന്ന് സെറ്റായി വരട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് കട്ട്ലേറ്റിലേക്കുള്ള കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് ഞാൻ 3 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാള ഇതുപോലെ ഞാൻ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അതൊന്ന് ഞാൻ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നല്ലൊന്ന് ബ്രൗൺ കളർ ആവണ വരെ അങ്ങനെയൊന്നും വാട്ടണ്ട കേട്ടോ. അപ്പോൾ ഉള്ളിതാ ഇതുപോലെ പകുതി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അധികം ഒന്നും ഇതിലേക്ക് ചേർക്കണ്ട കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചും പിന്നെ 5 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ അല്ലി ആയതുകൊണ്ടാണ് ഞാൻ 5 അല്ലി എടുത്തിട്ടുണ്ട്. വലിയ അല്ലിയൊക്കെ ആണെങ്കിൽ 3 അല്ലിയോ 4 അല്ലിയൊക്കെ വെളുത്തുള്ളി മതിയാവും കേട്ടോ. അപ്പോൾ അതൊന്ന് കൂടാതെ നോക്കിയാൽ മതി. അങ്ങനെ ഇപ്പോൾ ഞാൻ അതും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ച സ്മെല്ല് പോണ വരെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള വെളിച്ചെണ്ണയിൽ കിടന്ന് വാടുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് വാടാനൊന്നും നിൽക്കണ്ട. ഈ ടൈമിൽ തന്നെ നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ ചേർത്ത് അതിൻ്റെ പച്ച സ്മെല്ല് പോണവരെ ഒന്ന് സവാള വാട്ടിയെടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടോ. അതുകൂടെ ചേർത്തിട്ടിട്ട് ഒന്ന് നല്ലോണം മഞ്ഞൾപ്പൊടീൻ്റെ ഒക്കെ പച്ചക്കുത്തലൊക്കെ പോണവരെ ഒന്ന് പിന്നെ റോസ്റ്റ് ചെയ്തെടുത്താൽ. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനില്ലേ, അതൊന്ന് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആര് പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിതാ നമ്മൾ സവാളയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഞാൻ നല്ല മിക്സ് ചെയ്തെടുക്കണേ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ മാഷർ വെച്ചിട്ട് നല്ല മാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനും നമ്മൾ സവാള എല്ലാം കൂടി മിക്സ് ആവുന്ന രൂപത്തിൽ തന്നെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് വേണം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സവാളയിലേക്ക് കുറച്ച് ആദ്യം ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടൈമിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ചിക്കനും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഉപ്പിട്ട് വേവിച്ച് തന്നെ ആയിരുന്നല്ലോ. അപ്പം ഉപ്പിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതാ അത് നല്ല മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ മല്ലിയില കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് ഇപ്പോൾ കറിവേപ്പില ചേർക്കണില്ല കേട്ടോ, മല്ലിയിലാണ്. മല്ലിയില അരപ്പിടി മല്ലിയില ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടാണ് ഈ മിക്സ് ചെയ്യുന്നത്. ഇനി ഇതാ ഇതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് പഴത്തിൻ്റെ കൂട്ടില്ലേ, അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കിട്ടാം. അപ്പോൾ അത് ഞാൻ തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചാലാണ് നമുക്ക് പിറ്റേന്നൊക്കെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചൂടാറി കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് തന്നെ രാത്രി തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടതാ ഞാൻ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ അതുപോലെ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് ഇങ്ങനെ ചെറിയ ഉരുളാക്കിയിട്ട് ബൗളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ പിന്നെ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പത്തിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലപ്പോൾ ഒന്ന് ഗോതമ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഗോതമ്പ് വെച്ചിട്ട് ചെയ്യാനെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇതിലേക്കുള്ള ഗോതമ്പ് നമ്മളടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ മൈദ വെച്ചിട്ട് ചെയ്തെടുത്തത്.
നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ രണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനിതുപോലെ ഉരുളകളാക്കിയിട്ടിട്ട് അപ്പോൾ ചെറിയ ഉരുളക്ക് ഇട്ടെടുത്താൽ മതിയിട്ട് അപ്പോൾ നല്ല പൊന്തി വരും. പിന്നെ ഉരുള വലുതായിട്ട് തന്നെ വരും, നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തല്ലേ. അപ്പോൾ ഇതുപോലെ ഉരുള പിന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഇടുമ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് ഇട്ടത് മുഴുവനായിട്ട് കോരി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്കിത് എണ്ണയിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ വലിയ വലിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കട്ടെ. പക്ഷേ കാണാനും നമുക്ക് കഴിക്കാനും ഒന്നും കൂടി ടേസ്റ്റ് ഇതുപോലെ ചെറിയ ഉരുളകളാക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കട്ട്ലേറ്റൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കാറുണ്ട്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ കൂട്ട് നല്ല ചൂടക്കാറ് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ഈ കട്ട്ലേറ്റ് റെഡിയാക്കാനായിട്ട് 8 സ്ലൈസ് ബ്രെഡ് ഇട്ട പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊടിച്ചിട്ടുണ്ടായിരുന്നതിന് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് നമ്മളെ കൂട്ടിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ നമ്മൾ കൂട്ട് ടൈറ്റ് ആവും. അപ്പോൾ ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാനും ഷേപ്പാക്കി എടുക്കാനൊക്കെ എളുപ്പമാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കുമ്പോൾ വെള്ളം ഇറക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ടെടുത്ത് കൂട്ടൊന്ന് ടൈറ്റ് ആവണ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2, 3, 4 ടേബിൾ സ്പൂൺ നമുക്ക് ക്രംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് ഇതുപോലെ ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ ഒരു അടപ്പെടുത്തിട്ടുണ്ട്. അടപ്പിലേക്ക് ഞാൻ എണ്ണ തൂക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉരുളാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ടുണ്ട് ബ്രെഡ് ക്രംസിൽ മുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മുട്ടയുടെ വെള്ളമാണ് എടുത്തിട്ടുണ്ട്. 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞ കുടുങ്ങാതെ വെള്ളം മാത്രം എടുക്കട്ടോ. മഞ്ഞ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ അതങ്ങനെ പൊന്തി വരില്ലേ. അപ്പോൾ അതില്ലായിരിക്കാം കേട്ടോ. മുട്ടയുടെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഇത്തിരി കുരുമുളക് പൊടിയും പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടാണ് നല്ല മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഓരോ കട്ട്ലേറ്റ് കൊടുത്തിട്ട് ആദ്യം മുട്ടയിൽ വെള്ളയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിങ്ങാണ്ട് പിന്നെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അന്ന് ഫ്രൈ ചെയ്യണില്ല, പിറ്റേന്ന് രാവിലെ ഫ്രൈ ചെയ്യാമെന്നുള്ളതിൽ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഞാൻ അതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗളാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്കാണ് ഓരോ കട്ട്ലേറ്റ് ഇങ്ങനെ നിരത്തി വെക്കണത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് കട്ട്ലേറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കണമെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഫ്രീസറിൽ ഇരുന്നോട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഫ്രീസറിലൊക്കെ അല്ല വെക്കണേ. അപ്പോൾ നമുക്ക് പിറ്റേന്ന് രാവിലെ തന്നെ റെഡിയാക്കി എടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ താഴത്താണ് വെക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ റിംഗ് റാപ്പൊക്കെ ചുറ്റി സെറ്റാക്കിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഇറങ്ങാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതവിടെ സെറ്റായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. ഇനിയിപ്പോൾ പിറ്റേന്ന് രാവിലെ ആട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ അതാട്ടെ ഞാൻ എണീറ്റ് വന്നപാട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കട്ട്ലേറ്റൊക്കെ എടുത്ത് പുറത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് പിന്നെ ഫ്രൈ ചെയ്യാമെന്നുള്ളതിൽ പിന്നെ ഞാൻ അന്ന് ഉസ്താമാർക്ക് കോഫി ആട്ടോ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഫിക്കുള്ള പാലൊക്കെ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അപ്പോൾ അതിനുശേഷം ഞാൻ ഫ്രഷ് ആവലും ഒക്കെ കഴിക്കാനായിട്ട് പോയി. അപ്പോൾ മോണ്ടനോട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോണ്ടനോട് ഞാൻ ഇടയ്ക്കൊന്ന് പാല് തിളച്ച് തൂകുന്നുണ്ടോ എന്ന് നോക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കട്ട്ലേറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ കോഫി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേലുള്ള ബ്രെഡ് ക്രംസ് കുതിര അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല റെഡിക്കന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി ബ്രെഡ് ക്രംസ് പൊടിച്ച് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ഡിപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊണ്ടൊന്ന് നേരെ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ നല്ല ഒരു ക്രിസ്പി ആയിക്കോട്ടെ എന്നുള്ളതിൽ ബാക്കിയുള്ളതായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്ന് ഇതുപോലെ ഇട്ടെടുക്കുകയാണ്. അപ്പോൾ കട്ട്ലേറ്റ് നമ്മൾ ഇതുപോലെ ഓരോന്ന് ഇട്ടെടുക്കുമ്പോൾ നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ടെടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് നമുക്ക് ക്രിസ്പി ആക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഉള്ളിലത്തെ സംഭവങ്ങൾ വേവാൻ അങ്ങനെ ഒന്നുമില്ലല്ലോ, നമ്മളെല്ലതും വേവിച്ചെടുത്ത സംഭവമല്ലോ. അപ്പോൾ പുറം ഒന്ന് നമുക്കൊന്ന് നല്ല ക്രിസ്പി ആയി കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ.
ഇനിയിപ്പോൾ ഇതാ കൊണ്ടുപോകാനുള്ള കടികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ പാത്രത്തിലാക്കാം കേട്ടോ. അപ്പോൾ 5 ഉസ്താന്മാരാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള കടികളൊക്കെ ഞാൻ പാത്രത്തിലാക്കി. ഇനിയിപ്പോൾ ഇതാ കോഫി കൂടി ഫ്ലാസ്കിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ മോണ്ടനും കുഞ്ഞിരയൊക്കെ അവിടെ മാറ്റി റെഡി ആവുന്നുണ്ട്. ഇപ്പോൾ ടൈം 5:50 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ ഡോറൊക്കെ തുറന്നപ്പോൾ നല്ല ഇരുട്ടാണ് പുറത്തിട്ടാ. വെളിച്ചമൊന്നും വെച്ചിട്ടില്ല. വെളിച്ചം വെക്കാനായിട്ട് ഇപ്പോൾ നല്ല ടൈം എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാ 6 മണി ആയിട്ടില്ല, 5:50 ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ സാധനങ്ങളായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാലപ്പോൾ ഞാൻ ഇന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.